പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും കാണാതായ കാണിപ്പൊന്ന് കണ്ടെത്തി. പന്തളം സ്വദേശിയാണ് അബദ്ധത്തിൽ കാണിപ്പൊന്ന് പോക്കറ്റിലിട്ട് കൊണ്ടുപോയത്. വിഷുക്കൈ നീട്ടമെന്ന് തെറ്റിദ്ധരിച്ചാണ് രാവിലെ തൊഴാനെത്തിയ ആൾ കൊണ്ടുപോയത്. നിർമ്മാല്യം ചെയ്യണം, നിങ്ങളതെന്നാ എന്ത് ചെയ്യും? ആള് 12 മണി വരെ ഉണ്ടാകും, നമുക്ക് നിർമ്മാല്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർമ്മാല്യം ചെയ്യണം, നിങ്ങളതെന്നാ എന്ത് ചെയ്യും? ആള് 12 മണി വരെ ഉണ്ടാകും. വിശദാംശങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, ഇപ്പോൾ കുറ്റം പറയാൻ പറ്റുന്നതല്ല, അവിടെ ഇങ്ങനെ ഈ വിഷു ദിവസമൊക്കെയാണ് ഇങ്ങനെ ഒരു നാണയം ഇങ്ങനെ കാണുമ്പോൾ ഒരുപക്ഷെ അമ്പലത്തിൽ എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ടാകും എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ എടുത്ത് പോക്കറ്റിലിട്ട് പോയതായിരിക്കാമല്ലോ. അല്ലാതെ ഇതിപ്പോൾ വലിയ ഒരു പണം, വലിയ തോതിലുള്ളൊരു പണം മോഷ്ടിക്കൊന്നുമല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അബദ്ധം പറ്റിയതായിരിക്കാം. എന്താണ് പോലീസ് വിചാരിക്കുന്നത്? തീർച്ചയായും പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. അതായത് ഇത് ഒരു അബദ്ധം സംഭവിച്ചത് തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ കാണിപ്പൊന്ന് കയ്യിലേക്ക് കൊടുത്ത സമയത്ത് അത് കാണിക്കുകയാണ്, അല്ലെങ്കിൽ വിഷു കൈനീട്ടമാണ് എന്ന് കരുതി അത് പോക്കറ്റിലിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പന്തളത്ത് തന്നെയുള്ള മുളക്കുഴ സ്വദേശിയാണ് ഇത്തരത്തിൽ ഈ പൊന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ, CCTV ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ ബ്ലർ ചെയ്ത് തന്നെ കാണിക്കുകയും ചെയ്യുന്നത്. അതൊരു അബദ്ധം സംഭവിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കൊടുക്കുകയും ചെയ്തത്. ഏതായാലും ഇന്ന് രാവിലെ ആയിരുന്നു ഈ പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണങ്ങൾ വലിയോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വിഷുക്കണി ദർശനം ഒരുക്കുകയും ചെയ്തത്. ഇതിന്റെ സമയത്താണ് ഏതാണ്ട് 6 മണിയോടുകൂടി ഇത്തരത്തിൽ കാണിപ്പൊന്ന് കാണാനില്ല, അശ്വാരൂഢനായ അയ്യപ്പൻ രൂപമുള്ള കാണിപ്പൊന്ന് കാണാനില്ല എന്ന് പറയുകയും തുടർന്ന് തിട്ടക്കെട്ട് അന്വേഷണം നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് CCTV പരിശോധിച്ചതിനിടയിൽ ഇത്തരത്തിൽ മുളക്കുഴ സ്വദേശിയായിട്ടുള്ള ആളാണ് ഇത് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അബദ്ധമായതുകൊണ്ട് തന്നെ പോലീസ് അക്കാര്യത്തിൽ കേസെടുക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സനീഷ്, ശരി, നന്ദി ലിജോ വിവരങ്ങൾക്ക്. എന്തായാലും അതൊരു കൗതുക വാർത്ത എന്ന നിലക്കം കണ്ടാൽ മതി. ഇതിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്ന, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന് വെക്കുന്ന ഈ കണിയുടെ തട്ടത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും എടുത്തു കൊണ്ടുപോകണ്ടാരും, അത് കണി കാണിക്കാൻ വേണ്ടി വെച്ചാണ്.